ഈ ദേവേന്ദുവിൻ്റെ വീടിൻ്റെ തൊട്ട അയൽവക്കത്തുള്ള യശോദ എന്ന് പറയുന്ന അമ്മയ്ക്ക് ആ മോളെക്കുറിച്ച് ചിലതൊക്കെ പറയാനുണ്ട്. അമ്മ എങ്ങനെയാണ് ആ മോള്? നല്ല കുട്ടിയാണ്? നല്ല കുട്ടി. എല്ലാവരും അയൽവക്കത്തുള്ള ഞാൻ ഇവിടെ വരുമ്പോൾ വിളിക്കും, കോഴി തിന്നാൻ വയ്ക്കാൻ വരുമ്പോൾ വിളിക്കും, അമ്മാന്ന് വിളിക്കും. അവിടെ നിന്ന് നല്ലൊരു കൊച്ച്. അയൽവക്കത്തോട്ടൊക്കെ ഓടി വരുന്നൊക്കെ ആളാണോ? അതിവിടെ വരും, ഇവിടെ വീട്ടിൽ വരുമെന്ന് പറയുന്നു. എൻ്റെ ഇവിടെ അപ്പുറത്തല്ലേ, ഇതിൻ്റെ അപ്പുറത്ത്. അവൻ്റെ കൊച്ചിന് അങ്ങൊന്നും വരില്ല. അല്ലെങ്കിൽ വെളി ഇറക്കില്ല, അവർ ഗേറ്റെല്ലാം പൂട്ടിയാണ് ഇറങ്ങുന്നത്. കൊച്ചു വെളി ഇറങ്ങി പോകില്ല. അപ്പോൾ ഒരു കാരണം സാധ്യതയില്ല. അവരകത്ത് കളിക്കുകയാണെങ്കിൽ അകത്തോടെ പൂട്ടും, വെളി പോവുകയാണെങ്കിൽ വെളി പൂട്ടിയിട്ട് പോകും ഗേറ്റ്. അപ്പോൾ കൊച്ചു ഒഴിവാക്കും ബോഡി പോകാൻ സാധ്യതയില്ല. അങ്ങനെ നമുക്ക് സംശയമായിരുന്നു. ഇവിടെ ഞാൻ അവിടെ നിന്ന് കയറി നോക്കിയപ്പോൾ കയറിൻ്റെ ഒരു സൈഡ് തുറന്ന് കിടക്കണം, അതേ പൂട്ടി ഇട്ടിരിക്കണം വെച്ചിട്ട്. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായി. അപ്പോൾ ഈ രാവിലെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പറയുമ്പോഴൊന്നും ഇവർ ആ കിണറിൻ്റെ അവിടെ പോയി നോക്കിയില്ലേ? നോക്കി കാണില്ല. നോക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അവർ നോക്കിയെന്താ, ഞാൻ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് തുറന്ന് കിടക്കണം കുറച്ച് പേരെ. അപ്പോൾ എടുത്തിട്ടതായിരിക്കാം കൊച്ചിനെ. ഇപ്പോൾ ഈ ഹരികുമാറാണ് അത് ചെയ്തതെന്ന് പറയുന്നു. അയാൾ എങ്ങനെയാണ് ഈ അമ്മാവൻ? അവൻ ഒരു മെൻ്റൽ വിളിച്ച വയല് തന്നെ, ഒരു മെൻ്റൽ വിളിച്ചത്. എത്ര വയസ്സുണ്ട് അയാൾക്ക്? 20-22 വയസ്സ് വരും. അവിടെ നിന്നുകൊണ്ട് എൻ്റെ മരുവള അവളിവിടെ നിൽക്കുമ്പോൾ അവളൊക്കെ പറയും എറിയും. അവളെ ആറിഞ്ഞത്തോട് തിന്നിട്ട് പിന്നെ തണ്ണിമത്തങ്ങ തിന്നിട്ട് അതിൻ്റെ തോടൊക്കെ വരി ഇവിടെ യാതൊരു എറിഞ്ഞു കൊടുക്കുമെന്ന് ഇപ്പോഴൊക്കെയാണ് വിളി പറയണത്. അങ്ങനെ ശല്യം വരും. ഈ ഹരികുമാർ ഈ മക്കളോട് എങ്ങനെയായിരുന്നു വല്ലതും അറിയാമോ? എല്ലാ വയസ്സിനും അടുത്തുള്ള നടക്കുവാണ്, അടുത്തുള്ളൊക്കെ നടക്കും. നല്ല വലിയ കാര്യമൊക്കെ തന്നെ. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ സംഭവം എങ്ങനെ ഉണ്ടായെന്ന് അറിഞ്ഞുകൂടാ. ഈ ശ്രീതുവും മക്കളെ അങ്ങനെ നോക്കാറില്ല. ഈ കുഞ്ഞുമക്കളുടെ അമ്മൂമ്മയായിരുന്നോ നോക്കാറുണ്ട്? അവരെ വളർത്തുന്നത്. ശ്രീതു ജോലിക്ക് പോകും, പിന്നെ അമ്മൂമ്മനെ വളർത്തുന്നത്. അമ്മൂമ്മ വേറെ ആരുമില്ല. ഈ കുഞ്ഞുമക്കളുടെ കാര്യമാണ് അമ്മ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നല്ല മക്കളാണ്, എല്ലാവരോടും ഭയങ്കര സ്നേഹത്തിലൊക്കെ പെരുമാറുന്ന മക്കളാണ്, നല്ല കുട്ടികളാണ് എന്ന് പറയുന്നു. അവർക്ക് എന്താണ് സംഭവിച്ചത്, മോൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയണമെന്ന് തന്നെയാണ് യശോദ എന്ന അമ്മയും പറയുന്നത്. ഈ ശ്രീതുവിൻ്റെ സഹോദരൻ എന്ന് പറയുന്നതും വളരെ ചെറുപ്പക്കാരനായ ഒരു പയ്യനാണ്. എങ്കിലും അവൻ്റെ രീതികളിൽ പലർക്കും സംശയം തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നു. ചിലർ പറയുന്നു അവനങ്ങനെ ഉണ്ടോ, ഞങ്ങൾക്കറിയില്ല, അത്തരത്തിലൊരു പയ്യനാണോ, വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നു. മാത്രമല്ല ഇവനിപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ പോലും പോലീസിന് നേരെ കയർത്തുകൊണ്ട് സംസാരിക്കുന്ന രീതിയാണ് ഉണ്ടായത്. എന്നാൽ നിങ്ങൾ പോയി അങ്ങ് അന്വേഷിക്കുക എന്നൊക്കെ പോലീസിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പോലും അത്തരത്തിലുള്ള സംസാരമാണ് ഉണ്ടായത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു. എന്തായാലും ആ കുഞ്ഞിൻ്റെ മരണത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ചുരുളഴിയണം. ആരാണിതിന് പിന്നിലുണ്ടായത് എന്നത് കൃത്യമാകണം. കൊലപാതകം തന്നെയാണ് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്.